ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിൽസ് ക്ലോത്ത് ഇയർ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷ് പ്രിൻറ്റ്സ് ആണ്. ഇംഗ്ലീഷ് പ്രിൻറ്റ്സിൽ നമ്മൾ പോപ്ലിൻ കോട്ടണിൽ വരുന്ന ഫാബ്രിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന ഫാബ്രിക്സ് ഉണ്ട്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ 1-2 CS ഒക്കെ ഫാബ്രിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ഫാബ്രിക് വരുന്നത് സ്ലബ് കോട്ടൺ ഫാബ്രിക് ആണ്. 58 ഇഞ്ച് വിഡ്ത്തിലുള്ള സ്ലബ് കോട്ടൺ ആണ് വരുന്നത്. നല്ലൊരു നേവി ബ്ലൂവിലാണ് ബേസ് ഫാബ്രിക് വരുന്നത്. അതിലോട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം കട്ടി, ലൈനിങ് ഒന്നും ആവശ്യമില്ല, അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്കൊരു 2 മീറ്റർ ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സൽ സൈസ്, ലാർജ് ടു എക്സൽ സൈസ് വരെ 2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ അടുത്ത് വരുന്ന നല്ലൊരു CS ഒക്കെ ഫാബ്രിക്കാണ്. മൾട്ടി കളർ ലൈൻസിലുള്ളൊരു CS ഒക്കെ ഫാബ്രിക്കാണ്. നല്ല കളർ ഡിസൈൻസ് ആണ്, എല്ലാ കളർ കോമ്പിനേഷൻ നന്നായിട്ടാണ് ഇതിലിരിക്കുന്നത്. ഇത് 58 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഡിസൈൻ റൺ ആവുന്നത് സെൽവെഡ്ജിന് പാരലായിട്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഫാബ്രിക് കുർത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഫാബ്രിക് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ടതായിരിക്കും. അപ്പോൾ അടുത്ത് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളൊരു സ്ലബ് കോട്ടൺ ഫാബ്രിക്കാണ്. അതിലേക്ക് നമ്മളൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിൻ്റെ രീതിയിൽ, അതിൻ്റെ ഷെയ്ഡിൽ വരുന്നൊരു ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇതിന് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് വേറൊരു ഇതും കൂടെയുണ്ട്, ഒരു ഫാബ്രിക്കും കൂടെയുണ്ട്. ഇതും ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. അതിലോട്ട് വേറൊരു ആരോ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് കോട്ട് സെറ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് ടോപ്പും ബോട്ടവും ആയിട്ട് നമുക്ക് കോട്ട് സെറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതിന് ലൈനിങ് ഉള്ളതായിരിക്കും നല്ലത്. നമ്മുടെ അടുത്ത ഫാബ്രിക് എന്ന് പറയുന്നത് ഇതാട്ടോ. നല്ലൊരു മിൻറ്റ് ഗ്രീൻ അല്ലെ ലൈറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിലോട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അതിലോട്ട് വരുന്നൊരു ഓഫ് വൈറ്റ് കളറിലൊരു ഡിസൈൻസാണ് വരുന്നത്. ഇത് വീവിങ് പാറ്റേൺ, ഒരു CS ഒക്കെൻ്റെ വീവിങ് പാറ്റേൺ എന്ന് പറയാം. കുർത്ത തയ്ക്കാനോ ഫ്രോക്കിന് എന്തിനു വേണമെങ്കിലും സൂട്ടബിൾ ആണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 58 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. പ്രൈസ് 210 rupees per meter. നമുക്ക് അടുത്ത് വരുന്നത് ഒരു കോഡ്രോയ് ഫാബ്രിക് ആണ്. ചെക്സ് ആണ്, കോഡ്രോയ് ചെക്സ് ആണ്. ഇത് പ്ലേറ്റ് ചെക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജെൻസിന് വേണമെങ്കിൽ ഷർട്ട് തയ്ക്കാനും ഇല്ല ഇവൻ ലേഡീസിന് കുർത്ത തയ്ക്കാനൊക്കെ നല്ലതാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 290 rupees per meter ആണ് വരുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത് വരുന്ന ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ളൊരു നല്ല ഫ്ലോറൽ ഡിസൈനാണ്. കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. റയോൺ ഫാബ്രിക് ആണ്, റയോൺ കോട്ടൺ ആണ്. നോക്കിയ നല്ല സോഫ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കോ ഇല്ലെങ്കിൽ ഈവൻ നമുക്ക് എന്താ പറയുക ടീനേജിലുള്ള ഗേൾസിനൊക്കെ ആണെങ്കിലും നല്ല ഫ്രോക്ക് തയ്ക്കാൻ നല്ലൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ വിഡ്ത്തും 58 ആണ് വരുന്നത്. 210 rupees per meter ആണ് വരുന്നത്. നമുക്ക് പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. വളരെ സോഫ്റ്റ് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. മൽക്കോട്ടൻ്റെ ഒരു ഫീലിങ്ങിൽ വരുന്നൊരു ഫാബ്രിക്കാണിത്. നല്ല സ്കൈ ബ്ലൂവിൽ വൈറ്റ് കളർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് 58 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക്കാണ്. 210 rupees per meter ആണ്. നമുക്ക് അടുത്ത് വരുന്നൊരു പോപ്ലിൻ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് എന്താ ഒരു ബേസ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിലോട്ടാണ് ഈ ഫ്ലവേഴ്സിൻ്റെ, റോസസ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് വെയറോ അല്ലെങ്കിൽ ഹോം വെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം. ഈവൻ കുർത്തയായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. കുർത്തയോ ഫ്രോക്സ് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്ന. ഇതും 58 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക്കാണ്. ഒരു പോപ്ലിൻ ഫാബ്രിക്കാണ്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ബേസ് ഫാബ്രിക് വരുന്നത്. അതിലോട്ട് ജോമെട്രിക്കൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അതിൻ്റെ ടോൺ ടു ടോൺ രീതിയിലുള്ളൊരു ജോമെട്രിക്കൽ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗണും വരുന്നുണ്ട്, ഒരു ബ്ലാക്കും വരുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻസാണ് ഇതിൽ വന്നിരിക്കുന്നത്. വ്യൂ ഏകദേശം ഇങ്ങനെ കാണിക്കാം. ഇത് 58 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്.
210 rupees per meter. നമുക്ക് അടുത്ത് വരുന്നതൊരു ക്യാമ്പ്രിക് കോട്ടണിലെ ഫാബ്രിക്കാണ് കേട്ടോ. ക്യാമ്പ്രിക് കോട്ടണിൽ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് എന്ന് പറയാം, വളരെ മൈൽഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൽ എന്താ പറയുക, ഇത് ബേർഡ്സിൻ്റെ ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് മിൻ ഗ്രീൻ ഷെയ്ഡിലുള്ളൊരു മിൻ ഗ്രീനും ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് ഇതും 58 ഇഞ്ചിലുള്ള വിഡ്ത്താണ് വന്നിരിക്കുന്നത്. 210 rupees per meter ആണ്. ഡിസൈൻ കിട്ടിയോ? അടുത്ത് വരുന്നതൊരു പോപ്ലിൻ കോട്ടൺ ആണ്. ബേസ് ഫാബ്രിക് നമുക്ക് നല്ല വൈറ്റിലാണ് വന്നിരിക്കുന്നത്. വൈറ്റിൽ മൾട്ടി കളർ ഫ്ലവർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഈവൻ അമ്മമാർക്ക് ഹോം വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊരു 58 ഇഞ്ച് വിഡ്ത്തുണ്ട്. 210 rupees per meter. അടുത്ത് വരുന്നത് നല്ലൊരു പോപ്ലിൻ കോട്ടൺ ഫാബ്രിക്കാണ്. പോപ്ലിൻ കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഡിസൈൻസ് ഇങ്ങനെയാണ്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും യെല്ലോയും പിങ്കൊക്കെ വരുന്നൊരു ഫ്ലോറൽ ഡിസൈൻസ്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതും 58 ഇഞ്ച് വിഡ്ത്തിലാണ് വരുന്നത്. പോപ്ലിൻ കോട്ടൺ ആണ്. 210 rupees per meter. നമുക്ക് അവസാനമായിട്ട് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബേസ് ഫാബ്രിക് ബ്ലാക്ക് ആണ്. അതിലോട്ട് ഒരു ജാംദാനി കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രിൻ്റാണത്. ഇതിൻ്റെ പാരലായിട്ടാണ്, അതായത് ഈ സെൽവെഡ്ജിനോട് പാരലായിട്ടാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. നേരെ താഴോട്ടാണ്, സെൽവെഡ്ജിന് പാരലായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 210 rupees per meter ആണ്. ഇതിൻ്റെ വിഡ്ത്ത് 58 ഇഞ്ചസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫാബ്രിക്സിൻ്റെ കളക്ഷൻ. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയിൽ മിൽസ് ക്ലോത്ത് ഇയർ മുട്ടം ജംഗ്ഷനിലായിട്ടാണ് വരുന്നത്. താങ്ക്